ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതികളായ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി മറ്റന്നാൾ പരിഗണിക്കാൻ മാറ്റി. റിമാൻഡിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് ഇരുവരും ജാമ്യ ഹർജി നൽകിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഇരുവരുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കാനായി വീണ്ടും മാറ്റിയിരിക്കുകയാണ് കോടതി. പറയൂ രേഷ്മ. ഗോവർദ്ധന്റെ, അതായത് ഈ സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, അതോടൊപ്പം തന്നെ പത്മകുമാർ, ഇരുവരുടെയും ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതി മറ്റന്നാൾ പരിഗണിക്കാനായി മാറ്റിയിട്ടുള്ളത്. ഗോവർദ്ധൻ പ്രധാനമായിട്ട് ഉന്നയിച്ചിട്ടുള്ള വാദം, നിയമവിരുദ്ധമായിട്ട് പുറത്തേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനായി അനുമതി നൽകിയത് ദേവസ്വം ബോർഡാണ്. തന്റെ ഭാഗത്തുനിന്നും തട്ടിപ്പിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങളോ ഇടപാടുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് അതിന് നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ താൻ പണം നൽകിയിട്ടുണ്ട്. തട്ടിപ്പ് നടത്താനായിരുന്നു ഉദ്ദേശമെങ്കിൽ അത്തരത്തിൽ പണം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തുടങ്ങിയ വാദങ്ങളാണ് ഈ ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധൻ ഉന്നയിച്ചിട്ടുള്ളത്. പത്മകുമാർ ആണെങ്കിൽ ദേവസ്വം ബോർഡിന് പൂർണ്ണമായിട്ടും ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്. തനിക്ക് മേൽ മാത്രം കുറ്റം ചാർത്താനായിട്ടുള്ള ഒരു നടപടിയും ഇടപെടലുമാണ് SITയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ദേവസ്വം ബോർഡ് ഒരുമിച്ചെടുത്ത ഒരു തീരുമാനത്തിന് അനുസൃതമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ കൈമാറിയതെന്നാണ് ഈ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായിട്ടുള്ള പത്മകുമാറിന്റെ വാദം. എന്തായാലും ഇരു ജാമ്യ ഹർജികളും വിശദമായിട്ട് തന്നെ വാദം കേൾക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റന്നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ SITയുടെ നിലപാട് ഏറെ നിർണായകമാണ്. നേരത്തെ അവധിക്കാല ബെഞ്ചിന് മുന്നിൽ ഈ ജാമ്യ അപേക്ഷകൾ രണ്ടും വന്ന സമയത്ത് ഹൈക്കോടതി പറഞ്ഞത് മറ്റൊരു ബെഞ്ച് ഈ അന്വേഷണം മന്ദഗതിയിലാണ് എന്ന് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെഗുലർ ബെഞ്ച് തന്നെ ഈ വിഷയം പരിഗണിക്കട്ടെ, ഉടൻ തന്നെ ജാമ്യം കൊടുക്കേണ്ട ഒരു സാഹചര്യമില്ല, എല്ലാവരെയും പിടികൂടട്ടെ എന്നുള്ള ഒരു നിലപാട് അവധിക്കാല ബെഞ്ച് ഈ ജാമ്യാപേക്ഷയിൽ തന്നെ സ്വീകരിച്ചതാണ്. എന്തായാലും വിശദമായിട്ട് വാദം കേട്ടതിന് ശേഷം മാത്രമേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയുള്ളൂ. രാഖി. ശരി രേഷ്മ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതികളായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി മറ്റന്നാൾ പരിഗണിക്കാനായി മാറ്റി. വിവരങ്ങൾ നൽകിയത് രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും.